ഏത് പ്രശ്നം ഉണ്ടായാലും ജാനേട്ടൻ നിങ്ങളെ കൂടെ ലാലേട്ടൻ പോലെ കാണും. 65 ഇഞ്ച് TV. സോറി, നമ്മളെ തോപ്പിക്കാൻ ഒരുത്തരില്ല. നല്ല പ്രോഡക്റ്റ് കൊടുത്താൽ മാത്രം മതി. i+ൽ വന്നാൽ ജീവൻ പോയാലും ജീവൻ രക്ഷിക്കണല്ലേ, രക്ഷിക്കലാണ് നമ്മളെ പരിപാടി. ജാൻ സാർ എത്രയാണ് ഇൻകം ടാക്സ് പൈസ അടയ്ക്കുന്നത്, എത്രയാണ് GST പൈസ അടയ്ക്കുന്നത്, എന്ത് വേണമെങ്കിലും കേരളത്തിൽ പോവാൻ വേണ്ടിയുള്ള ഇന്ററാക്റ്റീവ് പാനലാണ്. ബിസിനസിന് വേണ്ടി ജാനേട്ടൻ കള്ളം പറയും എന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യത ഉണ്ട്. ഇൻവെർട്ടർ ബൾബാണ്. ഇതിന്റെ ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യും. പൊട്ടിയാൽ നിങ്ങൾക്ക് മാറ്റിത്തരാം. 3 കൊല്ലം. കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ രോഗം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കുന്ന അത്ര എനിക്ക് ആഗ്രഹമില്ല. ആപ്പിളിന്റെ കമ്പ്യൂട്ടർ, ആപ്പിളിന്റെ ഡെസ്ക്ടോപ്പ്, ആളിനോട് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞില്ലേ 50,000 രൂപ കമ്പ്യൂട്ടർ, 12,000 രൂപയ്ക്ക് നമ്മൾ ഫുൾ സെറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ 1000 രൂപയ്ക്ക് ചോദിക്കല്ലേ. ഇത് അങ്ങനെ ചോദിക്കും. 5000 ലാപ്ടോപ്പ് വേണമെങ്കിലും ഒറ്റ ദിവസത്തിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഹലോ എവ്രിവൺ, സംരംഭത്തിന്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂരിന്റെ മണ്ണിലാണ്. ആക്ച്വലി കോയമ്പത്തൂർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു ഡെയിലി വിസിറ്റ് പോലുള്ളൊരു ഏരിയ ആയി മാറിയിരിക്കുകയാണ്. i+ലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ് വിഷു ഒക്കെയാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് നല്ല മൊമെന്റ്സിലൊക്കെയാണ്, നല്ല സെലിബ്രേഷൻ ടൈമിലൊക്കെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ TV ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും i+ലേക്ക് വരാം. മാത്രമല്ല ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ കാണാനുണ്ട്. പുത്തൻ എപ്പിസോഡ്, പുത്തൻ കാഴ്ചകൾ ഒക്കെ കാണാനുണ്ട്. ലെറ്റ്സ് ഗോ. ഹായ് സർ. ഹലോ. വീണ്ടും ഞങ്ങൾ i+ലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, നമ്മുടെ i+ന്റെ എല്ലാമായ ജോണേട്ടന്റെ കൂടെയാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും റീസെന്റ് ആയിട്ട് ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേയധികം ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ശരിക്കും സംഭവം? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി വിഷു. ഇന്നത്തെ ദിവസം ലാലേട്ടന്റെ അടുത്ത് അമ്മ സംഘടനയിലെ ദ ബെസ്റ്റ് TV അവാർഡാണ്. നിങ്ങൾ പിടിച്ചോ. കേരളത്തില് i+ന്റെ ബെസ്റ്റ് TV അവാർഡ് അമ്മ സംഘടനയുടെ ലാലേട്ടന്റെ കയ്യിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഫോർ അമ്മ സംഘടന. ഈ അവാർഡ് കിട്ടാൻ കേരളത്തിലുള്ള നിങ്ങളൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു അവാർഡ് കിട്ടിയത്. ഇന്നത്തെ പ്രോഗ്രാം എന്താണ്? നമ്മൾ കുറെ വീഡിയോയിൽ നമ്മൾ കണ്ടു കാണും, TV കുറിച്ചും കമ്പ്യൂട്ടറെ കുറിച്ചും ലാപ്ടോപ്പിനെ കുറിച്ചും. ഇന്നത്തെ വീഡിയോ, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ എങ്ങനെ വാങ്ങിക്കണം, എങ്ങനെ നോക്കി വാങ്ങിക്കണം, ഏതൊക്കെ ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കണം എന്നാണ് നമ്മളെ ഈ ചാനലിൽ നമ്മളിപ്പോ പറയാൻ പോണത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ സാധാരണ കുറെ സ്പെസിഫിക്കേഷൻസ് ഒക്കെയാണ് കാണിക്കാറ്, TV ആണെങ്കിലും ലാപ്ടോപ്പിന്റെ ആണെങ്കിലും. അപ്പൊ എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്ന് ശരിക്കും നമുക്കൊരു ട്യൂട്ടോറിയൽ തന്നെയാണ്, ഒരു നല്ലൊരു ഗൈഡ് ലൈൻ തന്നെയാണ്. ഇതുവരെയ്ക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. TV കുറിച്ചും അങ്ങനെ പറഞ്ഞില്ല. TV എന്ന് പറഞ്ഞ ഒരു കോമൺ ഒരു വേർഡാണ്. പക്ഷെ TV എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, ഏതൊക്കെ അപ്ഡേഷൻ ഉണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പറ്റും, TVന്റെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ്, ഹാർഡ്വെയർ എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മളെ ചാനലിൽ ഇപ്പൊ നമ്മൾ കാണാൻ പോണത്. കാണാം. ഓക്കെ, വാ. അപ്പൊ ഇന്നത്തെ ചാനലില് ഇതാണ് നമ്മള് ഡൽഹിയിൽ നിന്ന് നമ്മളിപ്പം വാങ്ങിക്കുന്ന TV. നമ്മളല്ല, കേരളത്തില് തമിഴ്നാട്ടിൽ ഇതാണ് ബോക്സ്. ഈ ബോക്സില് സോണി, സാംസങ്, LG എന്ത് ബ്രാൻഡ് വേണമെങ്കിലും നമ്മളെ കൊണ്ട് സ്ക്രീൻ പ്രിന്റിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ TV കുറിച്ച് നമുക്ക് ഈ സ്പെസിഫിക്കേഷൻ നമ്മൾ കാണിക്കാം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പിടിച്ചോ, ഈ TV പിടിച്ചോ. ഓക്കെ, ഇത് ഇന്നത്തെ മാർക്കറ്റില് ഇന്നത്തെ ഉള്ള മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന TV ആണ്. ഈ TV പ്ലാസ്റ്റിക് പാർട്ടാണ്. ഈ TVയിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ചാനലും കാണാൻ പറ്റൂല, പ്രത്യേകിച്ച് കേരള ചാനൽ കാണാനേ പറ്റൂല. കണ്ടല്ല, ഇത് പ്ലാസ്റ്റിക് ബാഡിയാണ്.
ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ നോർമലായിട്ട് നമ്മളെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. കണ്ടല്ല, ഇതൊക്കെ വെരി തള്ളി പൊള്ളി സ്റ്റിക്കറുകളാണ്. ഇതാ കണ്ടല്ല, ബോർഡ് ഇതൊക്കെ അവർ തന്നെ ഒട്ടിച്ചിരിക്കണേ. നോർമലായിട്ട് ഇതൊക്കെ ഒട്ടിച്ചിരിക്കണേ. കണ്ടാ, ഈ ടി വി ഇന്നത്തെ മാർക്കറ്റില് നമ്മള് 6000 രൂപ 8000 രൂപയ്ക്കാണ് ഈ ടി വിയിൽ ഇന്ന് കേരളത്തിൽ വിൽക്കുന്നത്. നോർമലായിട്ട് ഈ ടി വി ആൻഡ്രോയിഡ് ടി വി എന്ന് പറയും, പക്ഷെ അപ്ഡേഷൻ കിട്ടത്തില്ല. ഫ്യൂച്ചറിൽ എന്തൊക്കെ അപ്ഡേഷൻ വന്നാലും ആ അപ്ഡേഷൻ നമ്മളെ ടി വിയിൽ കിട്ടണം. പക്ഷെ ഇന്ന് നമ്മള് ഒവ്വൊരു ഷോപ്പിലും ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഒരു ടി വി നിങ്ങൾ വാങ്ങിക്കണമെന്ന് വെച്ചോ, ഈ നിങ്ങളൊരു ടി വി വാങ്ങിച്ച് ഈ ടി വിയുടെ കൂടെ ഒരു സൗണ്ട് ബാർ കൊടുക്കും, പിന്നെ ഒരു വാഷിംഗ് മെഷീൻ കൊടുക്കും, പിന്നെ ഒരു എയർ കൂളർ കൊടുക്കും. ഇതിന്റെ ആവശ്യം ഒന്നുമില്ല. നല്ല ടി വി നല്ല പൈസക്ക് നമ്മൾ വാങ്ങിച്ചാൽ മതിയല്ലോ. ടി വി കണ്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ടി വി പൊട്ടിയ എന്ത് ചെയ്യും? എല്ലാം നാശമായിട്ട് പോകും. അതുകൊണ്ട് ഇതേപോലെ ഉള്ള തള്ളിപ്പൊള്ളി ടി വിയിൽ നിങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. ബ്രാൻഡഡ് സോണി വാങ്ങിക്കുക, തെറ്റില്ല. വില കൂടിയാൽ സാംസങ് തെറ്റില്ല, LG തെറ്റേ ഇല്ല. I+, നാലാത്തത് നിങ്ങളെ ബ്രാൻഡ് I+ ടി വി. എന്തുകൊണ്ട് I+ ടി വി നിങ്ങൾ വാങ്ങിക്കണം? ഇതാ I+ന്റെ എന്തൊക്കെ ഗുണമുള്ള ടി വി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ക്ലിപ്പ് നമ്മൾ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് ലോക്കൽ ബ്രാൻഡ് കേരളത്തിൽ വിറ്റോണ്ടിരിക്കുന്ന ഒരു ടി വിയാണ്. അതായത് പ്രമുഖ ബ്രാൻഡിന്റെ ഒക്കെ നമുക്ക് ലോക്കലായിട്ട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ അവരവരെ പേരിട്ട് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ മാറി നല്ല ഒരു ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മളിപ്പോ കാണാൻ പോണത് നിങ്ങളെ I+ന്റെ ബ്രാൻഡാണ്. ഇതാ വന്നു, ഇതാണ് നിങ്ങളെ I+ന്റെ ബ്രാൻഡ് LED ടി വി. ഈ LED ടി വി കണ്ടാൽ ഇത് എല്ലാമേ അടിപൊളിയായിട്ടുള്ള ബ്രാൻഡഡ് ടി വിയാണ്. ഈ ബ്രാൻഡഡ് ടി വി എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഗുണമുള്ളത്? നിങ്ങൾ വിചാരിക്കും ബിസിനസിന് വേണ്ടി ജാനായിട്ട് കള്ളം പറയും എന്ന് നിങ്ങൾ വിചാരിക്കാൻ സാധ്യത ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്തുകൊണ്ടാണ് I+ വാങ്ങിക്കണമെന്ന്. മാഡം ഇത് പിടിച്ചോ. ഈ ടി വി ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റും. ഇനി നോക്കുക, അടുത്തോട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. ഇനി നോക്ക്, ഇതിന്റെ ഫിനിഷിങ് ഇനി നോക്ക്, ഇതിന്റെ ഫിനിഷിങ് മെറ്റൽ ബോഡി. ഓക്കെ, HDMI എത്ര HDMI ഉണ്ട് നോക്ക്. 1 GB 8 GB ആണ്. പക്ഷെ ഇന്ന് കേരളത്തില് 4 GB 512 ഉള്ള ഒരു ടി വി 16 GB 2 GB എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് വിറ്റോണ്ടിരിക്കുന്നത്. ഈ ടി വി ബ്രാൻഡഡ് ടി വി ആണ് I+. ഈ ടി വി നിങ്ങൾ സാംസങ് വാങ്ങിയാലും സോണി വാങ്ങിയാലും LG വാങ്ങിയാലും ഇതിന്റെ ഫിനിഷിങ് ഇങ്ങനെ കാണത്തുള്ളൂ. I+ന്റെ QR കോഡ് ഉണ്ട്, എന്നാണ് മാനുഫാക്ചറിങ് ചെയ്തതുകൊണ്ട് 2025 എല്ലാം കാണും. ഈ ടി വിയുടെ പാനൽ നോക്കിയോ, സ്റ്റാർ റേറ്റിംഗ് I+ന്റെ 32 സ്റ്റാർ റേറ്റിംഗ് 4 ആണ്. ഈ ടി വി LGയുടെ ഒറിജിനൽ പാനലാണ്. നിങ്ങൾ ഇത് സൂം ചെയ്ത് കൂടെ കാണിക്കാം. ഇതിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? 4K സപ്പോർട്ട്, 32 4K സപ്പോർട്ട്, ഇങ്ങനെ എല്ലാ ഓപ്ഷനും ഈ ടി വിയിലുണ്ട്. അത് മാത്രമല്ല, ഇതാ കണ്ട I+ന്റെ മാനുവൽ ബുക്കാണ്. ഇതിൽ എല്ലാ ഓപ്ഷനും നിങ്ങൾക്കുണ്ട്. ലാസ്റ്റ് പേജിൽ നോക്കിയാൽ വാറണ്ടി കാർഡ് കിട്ടും. ഒരു ബ്രാൻഡ് 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. ബിസിനസിന് വേണ്ടി എന്തും പറയാം. I+ അങ്ങനെയല്ല, 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി. ഇടി പൊട്ടിയാലും കൊടുക്കുന്നുണ്ട്, തമ്മിൽ പൊട്ടിച്ചാലും കൊടുക്കുന്നുണ്ട്. 3 കൊല്ലത്തില് 1 ടൈം നമ്മൾ ഫിസിക്കൽ ഡാമേജ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ബിൽ GST ബിൽ ഇട്ടാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. GST ബിൽ ഇടാതെ നിങ്ങൾ ഏത് സാധനം ടി വി എന്നല്ല ഏത് വാങ്ങിച്ചാലും അത് നിങ്ങൾക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ. വാങ്ങിക്കുന്നവർക്കും പ്രശ്നമുണ്ട്, വിൽക്കുന്നവർക്കും പ്രശ്നമുണ്ട്. കുറെ പേര് ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇങ്ങനെയൊക്കെ വിറ്റിട്ട് GST ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷെ I+ നിങ്ങൾ നോക്കിയാൽ GSTയുടെ നമ്പർ I+ൽ ചെക്ക് ചെയ്യാം. ഒരു മാസം 40 ലക്ഷം രൂപ നമ്മൾ സർക്കാരിന് GST കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലത്തെ I+ന്റെ സെയിൽസ് 98 CR ആണ്. 1 കോടി ടച്ച് ആയില്ല. അത്രയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ടി വി, ഇത് ക്വാളിറ്റി ടി വി ആയിട്ട് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഗുണവും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നത് I+ ടി വി ആയിരിക്കുന്നില്ല.
നല്ല ഒരു ബ്രാൻഡഡ് ടി വി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഗുണവും കിട്ടും. അത്രേ ഉള്ളൂ. കൊടുക്കുന്ന കാശിന് അതിന്റെ ക്വാളിറ്റി എന്തായാലും കിട്ടണം. എല്ലാരും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ അത് വേസ്റ്റ് ആക്കാൻ പാടില്ല. നല്ല ടി വി വാങ്ങിക്കുക, അത് നിങ്ങളെ ബ്രാൻഡ് i+ ടി വി ആയിരിക്കും. അതാ കണ്ടല്ല, നിങ്ങളെ ബ്രാൻഡ് i+. സാർ എന്തായാലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് കാണിച്ചത്. സാധാരണ രീതിയിൽ ആരും അങ്ങനെ ചെയ്യാത്തതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തായിരുന്നു. ആൻഡ് മാത്രമല്ല കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഇന്ററാക്ഷൻസ് ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവോ? കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് ഒരു നല്ല ഒരു പ്രോഡക്റ്റിന് ആവശ്യമാണ്. കോമ്പറ്റീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ വളരത്തില്ല. അതുകൊണ്ട് എന്റെ ഒരു സമ്മതത്തോളം നല്ല ഒരു കോമ്പറ്റീറ്ററുടെ കൂടെ സോണി, സാംസങ്, LG, i+ അവരുടെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നവും. എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും എനിക്ക് അത് പ്രശ്നം. നമ്മൾ ഉള്ളതേ പറയത്തുള്ളൂ. കസ്റ്റമറിനെ പറ്റിച്ചിട്ടുള്ള വ്യാപാരം നമ്മളിലില്ല. നമ്മളൊന്നും ഓടിച്ചൊന്നും വിൽക്കുന്നില്ലല്ലോ. നിങ്ങളൊരു ടി വി വാങ്ങിക്കുന്നുണ്ട്, 10,000 രൂപ കൊടുത്തു. ആ ടി വി 10,000 രൂപയുള്ള വർത്തുള്ള ടി വി നിങ്ങൾക്ക് കൊടുത്താലേ എനിക്ക് ഹാപ്പി. 10,000 രൂപ വാങ്ങിച്ചിട്ട് 5,000 ടി വി കൊടുത്താൽ ഇന്നത്തെ രീതി എന്താന്ന് വെച്ചാൽ അപ്ഡേഷൻ കിട്ടൂല. രജിസ്റ്റേർഡ് ബ്രാൻഡ് ഇൻ ഗൂഗിൾ, LGയുടെ WebOS, സാംസങ്ങിന്റെ ടൈസൺ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ വിഷുവിന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും i+ന്റെ സർവീസ് സെന്ററും ഉണ്ട്, i+ന്റെ ഷോറൂമും ഉണ്ട്. എക്സ്ക്ലൂസീവ് ഷോറൂം 61 ഷോറൂം ഇന്ന് കേരളത്തിൽ മാത്രമേ ഉണ്ട്. സൂപ്പർ. അപ്പൊ എന്തായാലും കേരളത്തിൽ എവിടെ പോയാലും ആർക്ക് വേണമെങ്കിലും i+ന്റെ അടുത്തേക്ക് എത്താം. ഇന്ന് ലാലേട്ടൻ പുറത്തു വന്നാൽ എല്ലാവരും സെൽഫി എടുക്കും. അതേപോലെ ഞാൻ എവിടെ പോയാലും എന്നെ സെൽഫി എടുക്കാനുള്ള കുറെ കേരളത്തിലുള്ള നമ്മളെ ആൾക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. യെസ്, കുറെ പേര് എന്നെ എവിടെ ചെന്നാലും എന്നെ സെൽഫി എടുക്കും. സാർ i+ അല്ലേ, നിങ്ങളെ ബ്രാൻഡ് സൂപ്പറാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളാണ് എന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരളത്തിലുള്ള നിങ്ങളെ ജനങ്ങളാണ് എന്റെ അംബാസിഡർ, ഞാനല്ല. എന്റെ ജനങ്ങളായ നിങ്ങളാണ് എന്റെ അംബാസിഡർ. എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നിങ്ങളൊപ്പം ഞാൻ കാണും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. എത്ര യൂട്യൂബ് വേണമെങ്കിൽ കാണട്ടെ. യൂട്യൂബർ എന്ന് പറഞ്ഞാൽ അവരൊരു ബിസിനസ്സാണ്. അവർ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പ്രോഡക്റ്റ്, ഫാക്ടറി എല്ലാം ഉള്ള ഒരേ സ്ഥലം i+, നിങ്ങൾ i+. അപ്പൊ എന്തായാലും i+ തന്നെയാണ് നമുക്ക് ഒരുപാട് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാം കൊണ്ടും വലിയൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അദ്ദേഹം തന്നത്. അപ്പോ നിങ്ങൾക്ക് ഇനി കേരളത്തിൽ എവിടെ പോയാലും i+ന്റെ സേവനം എന്തായാലും നമുക്ക് ലഭിക്കുമല്ലേ? തീർച്ചയായിട്ടും. നമ്മളെ വിഷുവിന് അടുപ്പിച്ച് എല്ലാ സ്ഥലത്തും i+ തന്നെ ആവട്ടെ. നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ വാങ്ങിക്കാം, നിങ്ങളെ പൈസ. വിഷുവിന് എന്തായാലും ഒരു i+ന്റെ ഭാഗമായിട്ട് i+ന്റെ അംബാസിഡേഴ്സിന് ഓൾറെഡി പറഞ്ഞു അവർക്ക് വേണ്ടിയുള്ള ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സർവീസ് തന്നെയാണ് കൊടുക്കാൻ പറ്റും. സോ i+ന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയിലാണ് ഇപ്പൊ നമ്മളുള്ളത്. കോൾ സെന്റർ ആണല്ലേ. ആക്ച്വലി നമ്മുടെ ഒരുപാട് ഭാഗത്തുനിന്ന്, കേരളം ഉൾപ്പെടെയുള്ള ഒരുപാട് വന്ന് നമ്മുടെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും കൺഫ്യൂഷൻസും ഒക്കെ ചോദിച്ചുകൊണ്ട് ഇവിടെ വിളിക്കുന്നുണ്ടാവും. ഓഫ് കോഴ്സ് എൻറ്റയർലി ഒരുപാട് ആൾക്കാര് കേരളത്തിലെ നിങ്ങൾ കാണുന്ന പോലെ എനിക്ക് 20ന്റെ മുകളിൽ ഷിഫ്റ്റഡ് ആണ്. 2 ഷിഫ്റ്റഡിലാണ് നമ്മളെ കോൾ സെന്റർ വർക്ക് ചെയ്യുന്നത്. സർവീസിനായിരിക്കട്ടെ, സെയിൽസിനായിരിക്കട്ടെ, ഇത്രയും പേരും നമ്മളെ കേരളത്തിനും തമിഴ്നാട്ടിനും വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കണ്ടല്ല, ഇതൊന്നും ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്ന പോലെ അല്ല. ബ്രാൻഡഡ് ടിവികൾ വിൽക്കുന്നവർ കൂടെ ഇതേപോലെ കാൾ സെന്റർ വെച്ച് കാണൂല. പക്ഷെ i+ൽ ഇത്രയും പേര് കാൾ സെന്ററിൽ നമ്മളെ കയ്യിലുണ്ട്. അത് വേറെ ഏത് ബ്രാൻഡിലും ഇനി ചെയ്യാനും പറ്റൂല, ചെയ്താലും സക്സസ് ആവൂല. നമുക്ക് ആവശ്യം വെരി ഗുഡ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അതെല്ലാം ഇവരൊക്കെ നോക്കിയോളും. കാൾ സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, രാവിലെ 9:30 മണി മുതൽ രാത്രി 6:30 മണി മുതൽ നമ്മളെ കാൾ സെന്റർ വർക്ക് ചെയ്യും. ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും, ഏത് ഡൗട്ടുകൾ ഉണ്ടായാലും നിങ്ങളൊപ്പം നമ്മളെ ടീം നിങ്ങൾക്ക് സപ്പോർട്ട് തരും. ആക്ച്വലി നമ്മുടെ പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സർവീസ് ആണ്. അത് ഏത് കാര്യത്തിനും സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ തന്ന് ഏറ്റവും നല്ല ഗൈഡ് ലൈൻ ആയിട്ടുള്ള ഒരുപാട് പേരാണ് ഇവിടെ ഉള്ളത് അല്ലെ. ദിവസവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് i+. ഇത് നിങ്ങളെ സപ്പോർട്ട് മാത്രം കൊണ്ടാണ് കഴിയാൻ പറ്റും. എന്റെ മാത്രം ഒന്നുമല്ല, നിങ്ങളെയൊക്കെ സപ്പോർട്ട്. നിങ്ങൾ മാത്രമേ ഈ i+നെ ഇത്രയും ദൂരം കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രശ്നം ഉണ്ടായാലും ജാനേട്ടൻ നിങ്ങളെ കൂടെ ലാലേട്ടൻ പോലെ കാണും. ഓക്കെ, അപ്പൊ എന്തായാലും i+ന്റെ ഒരു ഓപ്പണിംഗ് ഏരിയ ആണ് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഒരുപാട് TVs, ഒരുപാട് ഇഞ്ചസിലുള്ള, ഒരുപാട് സൈസസിലുള്ള TVs ഒക്കെയാണ് നമ്മൾ എഗെയിൻ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ഒരു സൈസിലുള്ള തന്നെയാണ്. യെസ്, നമുക്ക് HD ക്വാളിറ്റിയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാഴ്ചകൾ. തീർച്ചയായിട്ടും ഇത് 100 ഇഞ്ചിന്റെ TV ആണ്. നിശാരം ഒരു 6 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ വരും. ഏത് മാളിൽ ചെന്ന് വേണമെങ്കിൽ നോക്കാം. നമ്മളിപ്പം സ്പെഷ്യലായിട്ട് നമ്മളെ വിഷുവിനും നമ്മള് ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് I+ ഒപ്പം IPL, I+നൊപ്പം IPL. ഇന്നത്തെ ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയില് ഇത്രയും വലിയ TV വാങ്ങിക്കാൻ 6 ലക്ഷം രൂപ വരും. പക്ഷെ 2.5 ലക്ഷം രൂപയ്ക്ക് നമ്മളെ QLED LGയുടെ ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉള്ള നമ്മളെ ഈ TV നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് LGയിലും ഉണ്ട്, സാംസങ് ടൈസണിലും ഉണ്ട് സോഫ്റ്റ്വെയർ. ഇതൊക്കെ 24 ഇഞ്ച് സ്റ്റാർട്ടിംഗ് ആണ്. 24 ഇഞ്ച് TV 5500 രൂപ പ്ലസ് GSTയിൽ I+ൽ കിട്ടും. അതേപോലെ 32 ഇഞ്ച് TV നമ്മളെ 32 ഇഞ്ച് ഫുൾ HD TV 7000 റുപ്പീസ് പ്ലസ് GSTന് കൊടുക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതെല്ലാം കണ്ടടാ സാറേ, ഗുഡ് ക്വാളിറ്റി TV, ഗുഡ് പ്രൈസ്. ഇത് നമുക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇത് അങ്ങനെ നോക്കിയാൽ കുറെ സൈസ് TVകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. I+ൽ കണ്ട BT സ്പീക്കർ ഉണ്ട്. ആർക്കെങ്കിലും കോംപ്ലിമെന്റ് കൊടുക്കണമെങ്കിൽ 30 വാട്ട്സിന്റെ I+ന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ കൊടുക്കാൻ പറ്റും. കണ്ടല്ല, കേരളത്തില് കറണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ 10 വാട്ട്സിന്റെ LED ഇൻവെർട്ടർ ബൾബ് 3 കൊല്ലം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിക്ക്. അങ്ങനെ കുറെ ഉണ്ട്. സൗണ്ട് ബാർ ഒക്കെ നമ്മളെ ചാനലിൽ ഇട്ടപ്പോ അങ്ങനെ കുറെ പേര് വാങ്ങിച്ചോണ്ട് പോയി. സൗണ്ട് ബാർ പ്ലസ് സൂഫർ ആണ്. സോറി, ഇതൊക്കെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. കിയാസ്, ഈ കിയാസ് എവിടെ വേണമെങ്കിലും ലോകത്ത് നിങ്ങൾ പ്രൈസ് ചോദിക്കാം. അടിപൊളിയായിട്ട് I+ന്റെ ഫിസിക്കൽ ഡാമേജ് ഉള്ള കിയാസ് 3 കൊല്ലം ഗ്യാരണ്ടി കൊടുക്കുന്നത് ഒരു ബ്രാൻഡ് കൊടുക്കത്തില്ല. അങ്ങനെ കണ്ടല്ല, അങ്ങനെ ഒന്നൊന്നായിട്ട് നമ്മൾ പോവാം. ഇത് നമ്മൾ ലവ് ബേർഡ്സ് അല്ലേ, അങ്ങനല്ലേ? അത്ര ക്ലാരിറ്റി ആയിട്ടുള്ള ക്വാളിറ്റി. കണ്ടല്ല, മരത്തിന്റെ അണിൽ, സ്നേക്ക്, ഇങ്ങനെ എല്ലാം. പക്ഷേ ഒരേ ഒരു ഇതേ ഉള്ളൂ, കേരളത്തിൽ നിങ്ങൾ TV വാങ്ങിക്കുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിച്ചോ, ഏത് കമ്പനി വേണമെങ്കിലും വാങ്ങിച്ചോ. ടൈസൺ, LGയുടെ WebOS, ഗൂഗിൾ, ഇങ്ങനെ വാങ്ങിക്കുമ്പം അവരവർ ഏത് കമ്പനി വിൽക്കുന്നോ ആ കമ്പനിയുടെ ലോഗോ വരുന്നു. I+ വിറ്റാൽ ഈ TV ആൺ ചെയ്യുമ്പം I+ന്റെ ബ്രാൻഡ് നെയിം വരും. പക്ഷെ കേരളത്തിൽ ഒരിക്കലും യാരെ കൊണ്ടും അവരവരുടെ ബ്രാൻഡ് കൊണ്ടുവരാൻ പറ്റൂല. എന്തെന്ന് വിചാരിച്ചാൽ അവർ ആരും രജിസ്റ്റേർഡ് അല്ല. രജിസ്റ്റേർഡ് പ്രോഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ ഫ്യൂച്ചറിൽ എല്ലാം അപ്ഡേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ സ്കൂൾസും കോളേജസും ഒക്കെ ഇപ്പൊ വെക്കേഷൻ ആണ്. വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത അധ്യയന വർഷത്തേക്ക് ഒരു അക്കാഡമിക് ഇയറിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ആവശ്യമുണ്ടാവും. സോ അതിൽ ഏറ്റവും വലിയ ഒന്നാണ് ഇന്ററാക്റ്റീവ് പാനൽ. ആക്ച്വലി I+ നിന്ന് ഒരുപാട് ഇന്ററാക്റ്റീവ് പാനൽ നമ്മൾ കേരളത്തിലേക്ക് തന്നെ സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്? I+ എന്ന് വെച്ചാൽ പൈസയുടെ ആവശ്യമില്ല. എഡ്യൂക്കേഷൻ, ഞാനൊക്കെ പഠിച്ചത് 10ാം ക്ലാസ് ആണ്. എനിക്കത് പറയുന്നതിന് ഒരു വിഷമവുമില്ല. പഠിച്ചത് 10 അല്ലേ, അതുകൊണ്ട് BA MBA എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പഠിക്കുമ്പോൾ ബ്ലാക്ക് ബോർഡാണ്. ബ്ലാക്ക് ബോർഡ് ഇന്ന് വൈറ്റ് ബോർഡ് വിൽക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് കിട്ടിയത് ഗാഡ് ഈസ് ഗിഫ്റ്റ്. ഈ ഇന്ററാക്റ്റീവ് പാനൽ എന്ന് വെച്ചാൽ സ്കൂൾസ് ആൻഡ് കോളേജസിൽ ഇത് വൈറ്റ് ബോർഡായിട്ട് മാറും. നിങ്ങൾ എവിടെ വേണമെങ്കിലും കേരളത്തിലെ ഇന്ററാക്റ്റീവ് പാനലിൽ വില ചോദിക്കാം, സ്പെസിഫിക്കേഷൻ ചോദിക്കാം, സർവീസ് ചോദിക്കാം, വാറണ്ടി ചോദിക്കാം. ലോകത്ത് ഇല്ലാത്ത ഒരു സംവിധാനം മാത്രം I+ൽ കിട്ടത്തുള്ളൂ. എന്താന്ന് വെച്ചാല് എന്ത് പ്രശ്നം വന്നാലും ഇന്ററാക്റ്റീവ് പാനൽ സർവീസ് എന്ന് പറയുന്ന ഒരു വാർത്ത ഇല്ല. 3 കൊല്ലം ഈ പ്രോഡക്റ്റ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പൊട്ടിപ്പോയാലും ശരി, ഇതിന്റെ ബോർഡ് പ്രശ്നമായാലും ശരി, ചെറിയ ഇതിന്റെ സ്പീക്കർ പ്രശ്നം വന്നാലും ശരി, നമ്മള് പീസ് ടു പീസ് മാറ്റി കൊടുക്കും. 10 ദിവസം 20 ദിവസം സർവീസ് വന്നാൽ ഒരു പ്രോഡക്റ്റ് വേറെ ബ്രാൻഡിൽ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സമയമെടുക്കും. ആ 15 ദിവസം 20 ദിവസം 1 മാസം സമയമെടുക്കും. പക്ഷെ I+ അങ്ങനെയല്ല. എന്ത് പ്രശ്നം വന്നാലും ശരി, ഏത് സൈസ് ഇന്ററാക്റ്റീവ് പാനൽ പ്രശ്നം വന്നാലും ശരി, നിങ്ങൾക്ക് ഈ ഫുൾ ഇന്ററാക്റ്റീവ് പാനൽ നമ്മൾ മാറ്റി കൊടുക്കും. 3 ഇയേഴ്സ് വരെ എത്ര പ്രശ്നം വരത്തില്ല, അത് പേടിക്കണ്ട. കുറെ സ്കൂൾസ്, കോളേജ് കേരളത്തിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഐ എം വെരി താങ്ക് യു ഫോർ ദ കോളേജ് ആൻഡ് സ്കൂൾസ് ഇൻ കേരള. ഈ ഇന്ററാക്റ്റീവ് പാനലില് എവിടെ വേണമെങ്കിലും നിങ്ങൾ വില ചോദിക്കാം.
ഇതിന്റെ സ്പെസിഫിക്കേഷൻ ചോദിക്കാം. AI ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി i+ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ സൂപ്പർ അപ്ഡേഷൻ ഉണ്ട്. ആൻഡ്രോയിഡ് 13, ആൻഡ്രോയിഡ് 14, ആൻഡ്രോയിഡ് 16, ഗൂഗിൾ സർട്ടിഫിക്കേഷൻ വരെ i+ നിങ്ങൾക്ക് കിട്ടും. ഇതാ കണ്ടല്ല, ഇതെല്ലാം നിങ്ങൾക്ക് ബ്രൗസിങ് ചെയ്യാൻ പറ്റും. ഇത് എല്ലാമേ i+ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല കിയാസ്, ഈ കിയാസ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ്. പ്രധാനം എന്ന് വെച്ചാൽ കുറെ പ്രോഡക്റ്റ് നമ്മളെ അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കിയാസ് ആണ്. ഈ കിയാസ് ഒക്കെ വളരെ കുറവായിട്ട് ടച്ച് ആൻഡ് നോൺ ടച്ചിന് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അറിയാലോ കിയാസ്. തീർച്ചയായും നമ്മൾ ആക്ച്വലി അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. പുതിയതായിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കിയാസിനെ കുറിച്ച് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സൂപ്പർ ഡെമോവും കൊടുക്കാൻ പറ്റും, സൂപ്പർ പ്രൈസും കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഓരോ പ്രോഡക്റ്റ് ഇങ്ങനെ i+ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ അപ്ഡേറ്റഡ് വേർഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ട്. അപ്പൊ എന്തായാലും ആക്ച്വലി കോമ്പറ്റീറ്റേഴ്സ് വരെ ഇത് യൂസ് ചെയ്തെന്നിരിക്കാം. നമ്മളെ തോപ്പിക്കാൻ ഒരുത്തരില്ല. നല്ല പ്രോഡക്റ്റ് കൊടുത്താൽ മാത്രം മതി. എന്നെക്കാളും നല്ല ഒരു പ്രോഡക്റ്റ് വേറെ ഒരു ബ്രാൻഡിൽ കിട്ടിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. അത് എന്റെ ഒരു സജഷനാണ്. i+ മാത്രമേ വാങ്ങണം എന്നും പറയില്ല. നിങ്ങൾ പൈസ വേസ്റ്റ് ആക്കാൻ പാടില്ല. നിങ്ങൾ കൊടുക്കുന്ന പൈസക്ക് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടിയാൽ നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ മൾട്ടി ബ്രാൻഡ് സർവീസിന്റെ വണ്ടർ വേൾഡ് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. എങ്കിലും കാണാത്ത ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആക്ച്വലി സർവീസിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും പ്രോഡക്ട്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സർവീസ് എക്സാക്ട്ലി നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസിന്റെ ഒക്കെ സർവീസ് ക്വാളിറ്റിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയില് എത്ര പേര് വന്നാലും i+ തോൽപ്പിക്കാൻ പറ്റൂല. മൾട്ടി ബ്രാൻഡ് സർവീസ് ആയിരിക്കട്ടെ, TV സെയിൽസ് ആയിരിക്കട്ടെ, ലാപ്ടോപ്പ് ആയിരിക്കട്ടെ, ഡെസ്ക്ടോപ്പ് ആയിരിക്കട്ടെ, എന്തുകൊണ്ട് സർവീസ് നമ്മൾ ഒരു സ്പെയർസ് കൂടെ നമ്മൾ റീപ്ലേസ്മെന്റ് അല്ല, ഫുൾ ബോർഡാണ് മാറ്റുന്നത്. സോണി, സാംസങ്, LG, ഇതാ കണ്ടല്ല, MI, ഇങ്ങനെ പലതരപ്പെട്ട ബ്രാൻഡുകളാണ് ഇവിടെ ഉള്ളത്. ഇതാ കണ്ടല്ല, ഈ സോണിയിലെ 65 ഇഞ്ച് TV, 65 ഇഞ്ചിന്റെ TV മൾട്ടി ബ്രാൻഡ്, എവിടെയും നന്നാക്കാൻ പറ്റാത്ത ടിവികളാണ് ഇതാ കണ്ടല്ല ഇവിടെയൊക്കെ വരുന്നത്. പക്ഷേ i+ വന്നാൽ ജീവൻ പോയാലും ജീവൻ രക്ഷിക്കലല്ലേ, രക്ഷിക്കലാണ് നമ്മളെ പരിപാടി. കുറച്ചൊക്കെ മലയാളം അങ്ങനെ വിട്ടുപോകും. ജീവൻ പോയാലും ജീവൻ കൊണ്ടുവരുന്ന, ജീവൻ പോയാലും ജീവൻ കൊണ്ടുവരുന്നതാണ് i+ന്റെ പരിപാടി. കണ്ടല്ല, ഇന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നാലും i+ല് ഏറ്റവും 3D ടെക്നോളജി ഉള്ള സർവീസ് സെന്റർ ആണ് i+ലുള്ളത്. 3D ടെക്നോളജി കണ്ടല്ല, എല്ലാ എഞ്ചിനീയറിലും പെർഫെക്റ്റ് ആയിട്ടാണ് ജോലി ചെയ്ത് ചെക്ക് ചെയ്ത് കുറെ എഞ്ചിനീയർ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല എല്ലാ ടിവിയിലും ഇവിടെ QC ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള കുറെ പയ്യന്മാരുണ്ട്. ഇവനൊക്കെ നോക്കിയത് കേരള നീ ഇവൻ കേരളത്തിലാണ്, തൃശ്ശൂരാണ്. കേരളത്തിലുള്ള 25 എഞ്ചിനീയർ ജോലി കൊടുക്കത്തിലുണ്ട് i+. നല്ല എഞ്ചിനീയർമാരാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ ഏത് ഭാഷയും സംസാരിക്കാൻ പറ്റും. എല്ലാ മൾട്ടി ബ്രാൻഡുകളും ഇവിടെ ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മളില് സർവീസ് ഉണ്ട്. ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ ആ ജോലി ഞാൻ തരാം. ഏതൊക്കെ നമ്മുടെ സ്റ്റോക്ക് റൂമിലുണ്ട്. നമ്മൾ i+ എന്ന് വെച്ചാൽ എന്തൊക്കെ സ്പെയർസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അറിയാം. ഇതെല്ലാം സർവീസുകൾ റീപ്ലേസ്മെന്റിലാണ്. ഇതാ ഒരു ഭൂലോകത്ത് എത്തിയിട്ടുണ്ട്. എല്ലാ സ്പെയർസുകളും നമ്മളെ സ്റ്റോക്ക് റൂമിൽ വയ്ക്കാൻ സ്ഥലമില്ല. കണ്ടല്ല, പാനലുകളും റൂമിലാണ് എത്തിയിരിക്കുന്നത് അല്ലെ. പാനൽ ഉൾപ്പെടെ, ടേപ്പ് ഉൾപ്പെടെ, മദർ ബോർഡ്, ടീക്കാണ്, ഇങ്ങനെ സ്പീക്കേഴ്സ് എല്ലാം i+ല് ഒറിജിനൽ ആയിട്ട് മാറ്റി കൊടുക്കും. ആവശ്യമില്ലാതെ നിങ്ങളെ TV വേറെ എവിടെയെങ്കിലും കൊടുത്താൽ നശിച്ചു കളയും. ഓക്കെ, നല്ല നല്ല എഞ്ചിനീയറിംഗില് കുറെ പേര് കാണും, പക്ഷെ അവരെ റിപ്പയർ ചെയ്യാനുള്ള സാധനം കാണത്തില്ല. ഡോണ്ട് വെറി, ബി ഹാപ്പി, i+ വിത്ത് യു. അങ്ങനെയല്ലേ? അല്ല, എന്താ ഇത് നമ്മളെ കാണാൻ പറ്റുന്നില്ലല്ലോ. വിഷു എന്ന് പറഞ്ഞിട്ട് വിഷുവായിട്ട് എന്റെ പൊന്നോ കംപ്ലീറ്റ് പ്രോഡക്ട്സ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണല്ലോ. അത്രയും പ്രോഡക്ട്സ് ആണുള്ളത്. LED TV ഉൾപ്പെടെ, കമ്പ്യൂട്ടേഴ്സ് ഉൾപ്പെടെ, പിന്നെ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ഉള്ളത്? ഇന്ററാക്റ്റീവ് TV, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. കറാക്കി സ്പീക്കർ ഉണ്ട്. ഓക്കെ, നമ്മളെ വിഷു എന്ന് പറയുന്നത് എല്ലാവർക്കും, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും
ഐപ്ലസിന്റെ വിഷുവിന്റെ ഹാപ്പി വിഷു എന്ന് പറയാം. ഈ വിഷു എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നും എല്ലാവർക്കും കേരളത്തില് വിഷുവിന്റെ ഒരു പരിപാടി ആയിരിക്കട്ടെ, എന്നും വിഷു ആവട്ടെ, അത് ഐപ്ലസിന് ഒപ്പം ആവട്ടെ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് കണ്ടല്ലോ, അതായത് ഫുള്ളായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ക്വാളിറ്റി, ഓൺ പ്രൊഡക്ഷൻസ്, ഓൺ ഇമ്പോർട്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്റെ BA സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യാം. ജോൺ സാർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ജോൺ സാർ അസംബ്ലിങ് ചെയ്യുന്നുണ്ടോ, ജോൺ സാർ എത്രയാണ് ഇൻകം ടാക്സ് പൈസ അടയ്ക്കുന്നത്, എത്രയാണ് GST പൈസ അടയ്ക്കുന്നത്, എന്ത് വേണമെങ്കിലും എന്റെ ആധാർ വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. എത്രത്തോളം നോക്കട്ടെ സാറേ, നമ്മള് ഒരുത്തരും പറ്റിക്കാൻ അല്ല ഈ ബിസിനസ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ല ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് മാത്രമേ എന്റെ ടീം ഇവിടത്തുള്ളൂ. ഇതൊരു കേരളത്തിൽ പോവാൻ വേണ്ടിയുള്ള ഇന്ററാക്റ്റീവ് പാനലാണ്. ഓക്കെ, ഈ ഇന്ററാക്റ്റീവ് പാനലൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ പിന്നെയും ഇന്ററാക്റ്റീവ് പാനലിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ക്വാളിറ്റി. ഈ ക്വാളിറ്റി നന്നായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് വില കൂടുതൽ ഉള്ള നിങ്ങൾ ഇന്ററാക്റ്റീവ് പാനൽ വാങ്ങിക്കല്ലേ. എല്ലാ ഫീച്ചറും നമ്മളിലുണ്ട്. LGയുടെ പാനലാണ്, പാനാസോണിക്കിന്റെ ഇന്ററാക്റ്റീവ് പാനലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാനൽ. എല്ലാമേ കമേഴ്സ്യൽ പാനലാണ്. നമ്മളെ കേരളത്തിലുള്ള എല്ലാവർക്കും പിടിച്ചോ, ഇങ്ങനെ ഇട്ടാ LED കേരളത്തില് അത്യാവശ്യം ആവശ്യമുള്ള LED ബൾബാണ്. എല്ലാ സ്ഥലത്തും കിട്ടും. 4 hours ബാറ്ററി ബാക്കപ്പ് ഉള്ള LED ബൾബാണ്, ഇൻവെർട്ടർ ബൾബാണ്. ഇതിന്റെ ക്വാളിറ്റി വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യും. പൊട്ടിയാൽ നിങ്ങൾക്ക് മാറ്റി തരാം 3 കൊല്ലം. ഓക്കെ, ഐപ്ലസ് ബൾബിന് വരെ ഫിസിക്കൽ ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അഗെയിൻ കമ്പ്യൂട്ടറിന്റെ വണ്ടർ വേൾഡിലേക്കാണ് എത്തിയിരിക്കുന്നത്. യെസ്, അഗെയിൻ എന്താണ് വിഷുവായിട്ട് നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സിലും ലാപ്ടോപ്സിലും എന്തൊക്കെയാണ് മലയാളികൾക്ക് കൊടുക്കാൻ പോകുന്നത്? നമ്മളെ കേരളത്തില് ഒന്ന് പറയാവൂ, നമ്മളെ പൈസ വേസ്റ്റ് ആക്കാൻ പാടില്ല. തീർച്ചയായും നിങ്ങൾക്ക് എന്താണ് അത്യാവശ്യം? 1 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പോ 1 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറോ അത്യാവശ്യം അല്ല. 1 ലക്ഷം രൂപയുടെ കമ്പ്യൂട്ടറും 1 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും നമ്മൾ 12,000 രൂപയ്ക്ക് കമ്പ്യൂട്ടർ സ്റ്റാർട്ടിങ് കൊടുക്കുന്നുണ്ട്, ഫുൾ കിറ്റ്. ഇത്രയും കമ്പ്യൂട്ടറുകളല്ലോ, നിങ്ങൾ എന്താ നോക്കുക. 12,000 rupees കമ്പ്യൂട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡയറക്റ്റ് കമ്പനി റീഫർബിഷ്ഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി ഇത്രയും ചെറിയ ഒരു റേറ്റിൽ നമുക്ക് ഇത്രയും വലിയ രീതിയിലൊരു റീപ്ലേസ്മെന്റ് വാറന്റി വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ രോഗം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കുന്ന അത്ര എനിക്ക് ആഗ്രഹമില്ല. കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടുതൽ പൈസ വന്നാൽ എന്താവും? മനസമാധാനം പോകും, കൂടുതൽ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് എനിക്ക് പൈസയുടെ ആവശ്യമില്ല. അത്യാവശ്യമുള്ള പൈസ എനിക്കുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ പൈസക്ക് നമ്മൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടല്ല, ഇതെല്ലാം ഫുള്ളായിട്ട് നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരുത്തരെങ്കിലും കേരളത്തില് ഏത് കമ്പനി ആവട്ടെ ഇത്രയും വലിയ ഫാക്ടറി റീഫർബിഷ്ഡ് ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് ആരെങ്കിലും ഉണ്ടോ? കള്ളം പറയാതെ പറ. ഏതെങ്കിലും ബ്രാൻഡ് കണ്ടിട്ടുണ്ടോ? ഇനിയും കാണത്തില്ല. എന്താണെന്ന് വെച്ചാലേ, ക്വാളിറ്റി ആയിട്ട് കൊടുത്താൽ ഇത്രയും വലിയ കമ്പനി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മാത്രമല്ല, നിങ്ങൾക്കും പറ്റും. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, നല്ല പ്രൈസിന് കൊടുക്കുക, നല്ല സർവീസിന് കൊടുക്കുക. എല്ലാരും നിങ്ങളിൽ നിന്ന് വാങ്ങിക്കും. ഇന്ന് കേരളത്തിലെടുത്താലേ 12,000 ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ 50,000 പറയും. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് എവിടെ കൊണ്ടുപോയി കൊടുക്കും? ആസ്പത്രിയിൽ ചെന്ന് കൊടുക്കും. അതിന് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എന്റെ ദേഹമൊക്കെ നല്ല ആരോഗ്യമായിട്ടുണ്ട്. ഇങ്ങനെ നോക്കേ, ഇതെല്ലാം ആപ്പിളിന്റെ ആണ്. ഇതാ അകത്ത് വാ, ആപ്പിളിന്റെ കമ്പ്യൂട്ടർ, ആപ്പിളിന്റെ ഡെസ്ക്ടോപ്പ്. ആളിനോട് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂപ്പറായിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കണമെങ്കിൽ സൂപ്പർ കമ്പ്യൂട്ടർ ഡെൽ HP 12,000 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കും. ആക്ച്വലി നമുക്ക് ഈ ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ഒരു ഡ്രീം പ്രോഡക്റ്റ് തന്നെയാണ് ആപ്പിൾ പ്രോഡക്റ്റ്. ആപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ പല സമയത്തും നമുക്ക് അഫോർഡബിൾ ആവാറില്ല ആപ്പിൾ എന്നത്. അപ്പൊ ഇവിടെ ജോണേട്ടന്റെ അടുത്തുനിന്ന് ആപ്പിൾ നമുക്ക് ആപ്പിൾ പ്രോഡക്ട്സ് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? ആക്ച്വലി ഹായ് സാർ, വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമിഴ്നാട്ടിലെ ഹീറോ ആണ്.
നമ്മളെ മോഹൻ സാർ, ഇത് തീർച്ചയായും നിങ്ങൾക്ക് അറിയാം, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധിപ്പെട്ട നമ്മുടെ ചാനലാണ്. മൈ ക്ലോസ് ഫ്രണ്ട് മോഹൻ സാർ. എല്ലാവർക്കും അറിയാം, കാറിന്റെ ഏറ്റവും ഒരു വലിയ ഒരു അടിപൊളി ആളാണ്. ഏത് കാറ് വന്നാലും ഇങ്ങേരാണ് അതിനെ ഓപ്പണിങ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു യൂട്യൂബ് എടുത്തോണ്ടിരിക്കുന്നത്. സാറ് നമ്മളപ്പോ വരുന്നുണ്ടോ? ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ സാറിന് ഇപ്പം മാഡം എല്ലാം കൂടെ ചേർന്ന് നമ്മളിപ്പോ കേരളത്തില് പുതുതായിട്ട് നമ്മൾ മോഹൻ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിങ്ങൾ പറഞ്ഞില്ലേ 50,000 രൂപ കമ്പ്യൂട്ടർ, 12,000 രൂപയ്ക്ക് നമ്മൾ ഫുൾ സെറ്റ് കൊടുക്കുന്നുണ്ട്. 12,000 രൂപയ്ക്ക് 12,000. തമിഴ്നാട്ടില് യാരും കൊടുക്ക മുടിயாது. തമിഴ്നാട്ടില് അല്ല, ഇന്ത്യയിലെ കൊടുക്ക മുടിயாது. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ അപ്രൂവൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വെരി ഫേമസ് ഇൻ തമിഴ്നാടു, ഇന്ത്യ വെരി ഫേമസ്. മോഹൻ സാർ എന്ന് എല്ലാവർക്കും അറിയാം. വന്ന് നമ്മളോട് ജോയിൻ ചെയ്തതിന് നമുക്കൊപ്പം ഒരു ബ്രാൻഡ് ഇമേജ് ആയിരിക്കും. പിന്നെ ആപ്പിൾ ചോദിച്ചില്ലേ, ഇതാണ് നമ്മളെ ആപ്പിൾ പ്രോഡക്റ്റ്. ഈ ആപ്പിൾ പ്രോഡക്റ്റ് 1 ലക്ഷം വരെ ആപ്പിൾ നമ്മള് വെറും 20,000 റുപ്പീസ്ക്ക് നമ്മളെ കേരളത്തിലുള്ള എല്ലാവർക്കും നമ്മളെ വിഷുവിന് കൊടുക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ എടുത്തോ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ 20,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 20,000 1 കൊല്ലം ആപ്പിൾ വാറണ്ടി i+ൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ i9 നിങ്ങൾ ചോദിച്ചില്ല, i9 അതേപോലെ ആൾ ഇൻ ഓൺ ആപ്പിൾ വന്ന് യൂസ് ചെയ്യുന്നവര് ആപ്പിളിന്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാം. നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, അങ്ങനെ കുറെ പ്രോഡക്റ്റ് ഇതുണ്ടല്ലോ. കണ്ട, ഇതെല്ലാം ആപ്പിളിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് അത്രയും HP പ്രോഡക്റ്റ് ആണ്. ആക്ച്വലി ശരിക്കും ആപ്പിളിന്റെ ഈ ഒരു പ്രൈസ് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നെട്ടണല്ലോ. യെസ്, ജോണേട്ടൻ പറഞ്ഞ പോലെ വാങ്ങിയിട്ട് പോയാലും തന്നെയാണ് ഞാൻ കരുതുന്നത്. ബിക്കോസ് നമുക്ക് 1 lakh റുപ്പീസിന് 20,000 റുപ്പീസിന് വേറെ എവിടെ കിട്ടും? വേറെ എവിടെയും കിട്ടില്ല. കിട്ടിയാലും അതിനുള്ള ക്വാളിറ്റി കിട്ടൂല. നമ്മളെ ചാനലിന് വേണ്ടി ഈ നമുക്ക് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ 1 lakh റുപ്പീസിന്റെ ഇങ്ങനെ ഒരു വിഷു പ്രമാണിച്ചിട്ടാണ് നമുക്ക് 20,000 റുപ്പീസിന് കിട്ടുമ്പോൾ ഈ സർവീസ് നേരത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഇപ്പൊ കൺഫ്യൂഷൻസ് ഒരുപാട് പേരുണ്ടാവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ ആപ്പിളിന്റെ ലാപ്ടോപ്പ് ആണ്. യു ചെക്ക് ദ സീരിയൽ നമ്പർ ഇൻ ദ ഓൺലൈൻ. ഓക്കെ, എല്ലാം ഒറിജിനൽ റീഫർബിഷ്ഡ് ആപ്പിൾ വാറണ്ടി. ഇന്ത്യയിൽ എവിടെ ചെന്നാലും ആപ്പിളിന്റെ വാറണ്ടി കിട്ടും i+ൽ. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇത് സ്ലിം ലാപ്ടോപ്പ് ആണ്. ഓക്കെ, ഈ ലാപ്ടോപ്പ് പുതിയത് വാങ്ങിക്കണമെങ്കിൽ 50,000 രൂപ വരും. നമ്മളെ ചാനലിന് വേണ്ടി നന്നായിട്ട് നോക്കണം. ഡയറക്റ്റ് ബ്രാൻഡഡ് റീഫർബിഷ്ഡ് ആണ്. എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? അങ്ങനൊക്കെ ചോദിച്ചാല് ഇപ്പൊ 1 lakhന്റെ 20,000 റുപ്പീസിനൊക്കെ ഇത് നിങ്ങൾ 1000 രൂപയ്ക്ക് ചോദിക്കല്ലേ? ഇത് അങ്ങനെ ചോദിക്കും. പക്ഷെ ഈ ലാപ്ടോപ്പ് 18,000 1 year റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി, ഫിസിക്കൽ ഡാമേജ് വിത്ത് GST പ്രൈസിന് നമ്മളെ ഈ വിഷുവിന് അടുപ്പിച്ച് നമ്മളെ കേരളത്തിലുള്ള എല്ലാവർക്കും സ്കൂൾ, കോളേജ് ഒരു ലാപ്ടോപ്പ് വേണമെങ്കിലും നമ്മൾ കൊടുക്കാൻ പറ്റും. മതിയല്ലോ. മതി. വിഷുവിന് എന്തായാലും ജോണേട്ടന്റെ വക പൊടി പൂരമാണ്. കൂടുതലുണ്ട്. 5,000 ലാപ്ടോപ്പ് വേണമെങ്കിലും ഒറ്റ ദിവസത്തിൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, അവിടെ നമ്മള് ഡെലിവറി ചെയ്യും കേരളത്തിലേക്ക്. ഒറ്റ ദിവസത്തിൽ കൊടുക്കാൻ പറ്റും. എന്തിനാ നിങ്ങൾ 1 ലക്ഷം 2 ലക്ഷം ചെലവ് ചെയ്ത് നിങ്ങൾ പുതിയ ബ്രാൻഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഒന്ന് നമ്മൾ വിചാരിക്കണം, ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണമെങ്കിൽ ഐ തിങ്ക് ഇത് i7 11th ജനറൽ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പ് 1 ലക്ഷം രൂപ വരും. പക്ഷെ നമ്മൾ നിസ്സാരം പൈസക്ക് 3 കൊല്ലം റീപ്ലേസ്മെന്റ് തരാം. കോർപ്പറേറ്റിന് ഇന്ന് സ്കൂളും ഉള്ളത് പറയണം. ഒരു സ്കൂളും ഒരു കോളേജും ഇന്ന് നടത്തണമെങ്കിൽ എത്ര കഷ്ടമാണെന്ന് അറിയാം. പ്രോപ്പറായിട്ട് ഫീസ് കിട്ടില്ല, ഫീസ് അടയ്ക്കാൻ പറ്റൂല. പക്ഷേ ഇതൊക്കെ നിങ്ങള് മീതം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ലാബിനൊക്കെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ, സെർവർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നിങ്ങളൊപ്പം ഞാൻ കാണും. പക്ഷെ കേരളത്തിൽ കുറെ കോളേജും കുറെ സ്കൂൾസും എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ കേരള കോളേജ് ആൻഡ് സ്കൂൾസ് സപ്പോർട്ട്. തീർച്ചയായും ഇത്രയും വലിയ സപ്പോർട്ട് ജോണേട്ടൻ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ മതി. 500 രൂപ 1000 രൂപ 2000 രൂപ വരെ പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണ്ടി എപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണും.
ഓക്കെ, അതാണ് ജോണേട്ടന്റെ വാക്ക്. യെസ്, ഓക്കെ, അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഇത്രയും പൊങ്ങിയേ. നിങ്ങൾ ആദ്യം പറയുമ്പോ I+ എങ്ങനെ ഉണ്ട്, ഇപ്പൊ I+ എങ്ങനെ ഉണ്ട്? I+ന്റെ എല്ലാ വിധത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതും ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി, കസ്റ്റമേഴ്സിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അത്രേ ഉള്ളൂ. ഓക്കെ, കൂടുതൽ പൈസ ഉണ്ടാക്കിയാൽ ആശുപത്രി പോവേണ്ടി വരും. ഓക്കെ, ആശുപത്രി പോകണ്ട, എല്ലാവർക്കും നന്മ. എല്ലാവർക്കും കുറഞ്ഞ വിലക്ക് ഒവ്വൊരു വീട്ടിലേക്കും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ടിവിയും ആൻഡ്രോയിഡ് ടാബ്ലറ്റും നിങ്ങൾക്ക് നാം കൊടുക്കും. ഓക്കെ, അതാണ് വിഷുവിന് എന്തായാലും മലയാളികൾക്ക് വേണ്ടി തരുന്നത്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് ജോണേട്ടാ, വിഷുവിന് ഇത്രയും വലിയ ഒരു സമ്മാനം മലയാളികൾക്ക് വേണ്ടി കൊടുക്കുന്നതിന്. അപ്പോ താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു, ബൈ ബൈ, സീ യു. I+ എന്ന ബ്രാൻഡിൽ ആക്ച്വലി നമ്മൾ ഒരുപാട് തവണ വന്നു കഴിഞ്ഞു. ഓരോ തവണ വരുമ്പോഴും ഓരോ മാറ്റങ്ങൾ, ഓരോ വളർച്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ അപ്ഡേഷൻസും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വിഷുക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെയാണ് I+ ഒരുക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, LED, നമുക്ക് LED ബൾബ് ഉണ്ട്, അതുപോലെ തന്നെ TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഭയങ്കര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊടുക്കുന്നത്. ഒപ്പം സ്കൂൾസ്, കോളേജസിലേക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇന്ററാക്റ്റീവ് പാനൽസും ഒക്കെ ഉണ്ട്. അതെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പ്ലസ് വാറന്റിയും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും I+ എന്തായാലും ഈ ഒരു വിഷുക്കാലം അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ഈ ഒരു വിഷുക്കാലത്ത് ഒരുപാട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. തീർച്ചയായും പെട്ടെന്ന് തന്നെ I+ കോൺടാക്ട് ചെയ്യുക ആൻഡ് പർച്ചേസ് ചെയ്യുക. സോ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു.